ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു പുതിയ ക്വസ്റ്റ്യൻ. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണ്ടേ? നമുക്ക് നോക്കാം. The coordinate of the end point of the diameter of a circle are 3, 4 and -3, -4. Find the coordinate of the center of the circle. ഫസ്റ്റ് 3 പാർട്ട് ഉണ്ട്, നമുക്ക് ഓരോ പാർട്ട് ചെയ്യാം. ആദ്യം എന്താ പറയുന്നത്? The end point of the diameter of a circle. പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇതൊരു സർക്കിൾ ആണ്. അതിന്റെ എൻഡ് പോയിന്റിലുള്ളത് 2 എൻഡ് ഉണ്ട്. ഒന്ന് 3, 4. സർക്കിളിന്റെ സെന്റർ ഒന്ന് 3, 4. 3, 4 എവിടെ കിടക്കും അല്ലെ? റൈറ്റ് സൈഡിലെ പോയിന്റുകളല്ലേ എല്ലാം പോസിറ്റീവ്. ഓക്കെ, നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അത് എവിടെയായിരിക്കും കിടക്കുന്നത്? ലെഫ്റ്റ് അല്ലേ? നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും ആയി പോകുന്നത്. ഇത് എക്സ്, ഇത് വൈ. ഈ സൈഡിൽ പോസിറ്റീവ്, ഈ സൈഡില് നെഗറ്റീവ് ആകുമല്ല. -3, -4 എന്നാണ് പറഞ്ഞിരിക്കുന്നത് റേഡിയസില്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഇത് സെന്റർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. സെന്റർ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ഇവിടെ ഇവിടെ പേര് കൊടുക്കാൻ പോവാണ്. എയും ബിയും അത് സെപ്പറേറ്റ് എടുത്ത് എഴുതുവാണ്. എ -3 -4, ബി എന്നാണ് 3, 4. ഇത് സെന്റർ. ഓ കണ്ടുപിടിക്കാൻ പോവാണ്. മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല അല്ലേ? സെന്റർ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ്. അപ്പൊ നമുക്ക് സെന്റർന്നോ അല്ലെങ്കിൽ മിഡ് പോയിന്റ് എന്നോ നിങ്ങൾ എഴുതുക. ഇസ് ഈക്വൽ ടു x1 + x2/2. ഫോർമുല എല്ലാം അറിയാം, പഠിച്ചു കഴിഞ്ഞു നിങ്ങളിപ്പോ കേട്ടോ. y1 + y2/2. ഇതല്ലേ x1, ഇത് y1, ഇത് x2, y2. x1 എത്രയാണ്? -3 + x2 എത്രയാ? -4/2. ഓക്കെ, അടുത്ത എത്രയാണ്? y1 തെറ്റിപ്പോയി, സോറി. ഓക്കെ, x1 എത്രയാണ്? -3. x2 എത്രയാണ്? +3/2. y1 എത്രയാണ്? -4. y2 +4/2. തെറ്റിപ്പോയി കേട്ടോ. ഇച്ചിരി ആവേശം കയറി ശ്രദ്ധിക്കാതെ എഴുതിയതാ. നിങ്ങൾ അങ്ങനെ എഴുതില്ലേ കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നോക്കാം നമുക്ക്. -3 + 3. ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ പറ. നിങ്ങൾ പറ, ഞാൻ പറയത്തില്ല ഇപ്രാവശ്യം. -3 ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. ഇവിടെ 3ൽ നിന്ന് 3 പോകുക എത്രയാ? 0. പിന്നെ വലുതിന്റെ സൈൻ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നാ വരും? 0/2. ഇവിടെ അത് തന്നെ +4 -4. പ്ലസും മൈനസും വന്നാൽ മൈനസ് ചെയ്യണം. 4ൽ നിന്ന് 4 പോക 0. വലുതിന്റെ സൈൻ ആപ്ലിക്കബിൾ അല്ലല്ലോ. /2 is equal to 0/2 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ്? 0. ഇവിടെ 0/2 എന്ന് പറഞ്ഞാൽ എന്നാ? 0. അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ് എത്രയാണ്? 0, 0. അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ദ ഒറിജിനൽ ആണ്. ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഒറിജിൻ. 0, 0 പോയിന്റ് വരുന്ന ഒറിജിനൽ ആണല്ലോ. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ റേഡിയസ്. നമ്മൾ മറ്റു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ്, അപ്പൊ നമുക്ക് സെന്റർ പോയിന്റ് കിട്ടി. ഇവിടെ എത്രയാണ്? 0. കോർഡിനേറ്റ് കിട്ടി 0, 0. നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് വാട്ട് ഈസ് ദ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ തൊട്ട് സർക്കിൾ വരെയുള്ള ദൂരം. ഒന്നിൽ നമുക്ക് OBയുടെ ലെങ്ത് എടുക്കാം, അല്ലെങ്കിൽ OAയുടെ ലെങ്ത് എടുക്കാം. ഏതെടുത്താലും സെയിം ആണ്. അപ്പൊ നമുക്ക് റേഡിയസ് ഇസ് ഈക്വൽ ടു എന്താ? റേഡിയസിന്റെ ഫോർമുല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത്രേ വരുന്നുള്ളൂ അല്ലേ? ഇവിടെ O, ഇപ്പൊ ഞാൻ B ആണ് എടുക്കുന്നത്. ഇവിടെ 0, 0. ഇവിടെ എന്താണ്? 3, 4. ഇപ്പൊ ഡിസ്റ്റൻസ് ഫോർമുലയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഡിസ്റ്റൻസ് ഫോർമുല എന്നാണ്? √(x2 - x1) the whole square plus y2 - y1 the whole square. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു പോയിന്റ് ഒറിജിൻ ആണ്, അല്ലെങ്കിൽ 0, 0 ആണെങ്കിൽ നമുക്ക് വേറൊരു ഫോർമുല ഉപയോഗിക്കാം. എന്താണെന്നാ പറഞ്ഞത്? √(x² + y²). ഇപ്പൊ ഇത് പഠിച്ചു കാണുമല്ലോ. ഇനി അപ്പൊ x എത്ര നമുക്ക് എടുക്കാം? 3². y എത്രയെന്ന് എടുക്കാം? 4. അതിന്റെ സ്ക്വയർ അതിന്റെ 9 + 16 അല്ലെ? 3യുടെ സ്ക്വയർ 9 അല്ലേ? √25 is equal to 5. അപ്പൊ റേഡിയസ് എത്രയെന്ന് കിട്ടി? 5 യൂണിറ്റ്സ്. നമ്മൾ ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം റേഡിയസ് is equal to 5 യൂണിറ്റ് എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് പാർട്ടിലോട്ട് പോവാണ്. റൈറ്റ് ദ ഇക്വേഷൻ. സർക്കിളിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം എന്താണ്?
x minus a the whole square plus y minus b the whole square is equal to r square, where a and b are the center of the circle. ഇനി സെന്റർ ഒറിജിൻ ആണെങ്കിൽ, അതായത് 0 ആണെങ്കിൽ, ഇത് വേറെ ഏതെങ്കിലും പോയിന്റ് ആണെങ്കിലുള്ള ഫോർമുലയാണ്. സെന്റർ ഒറിജിൻ ആണെങ്കിൽ 0 ആണെങ്കിൽ നമ്മുടെ ഫോർമുല ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ, സർക്കിളിന്റെ ഇക്വേഷൻ ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് സെന്റർ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നമ്മൾ എക്സ് ആയിട്ട് തന്നെ എടുക്കും. എ ആണ് സെന്ററിൽ കിടക്കുന്ന പോയിന്റ് ഇട്ട് നമ്മൾ ഇക്വേഷൻ എഴുതും. നമുക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, എക്സും വൈയും ഇല്ലാത്തതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, നമുക്ക് ആർ കിട്ടിയായിരുന്നു 5 എന്ന് കിട്ടി, 5 സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. ഇങ്ങനെ എഴുതിയാലും മതി. അല്ലെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഈ 25നെ ലെഫ്റ്റിലോട്ട് ഇസ് ഈക്വൽ ടുന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ പ്ലസ് 25 ആയിരുന്നു, ഇപ്പുറത്തൊന്ന് മൈനസ് 25 ഇസ് ഈക്വൽ ടു 0. ഇവിടെ വെച്ച് നിർത്തിയാലും മതി, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലേ? ഇത് ശ്രദ്ധിച്ചാൽ മതി. സർക്കിളിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് സെന്ററിൽ പോയിന്റ് ഉണ്ടെങ്കിൽ, എ ബി വാല്യൂ ഉണ്ടെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കുക. വാല്യൂ ഇല്ല, സെന്റർ എന്ന് പറയുന്നത് എന്താണ്, സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണെങ്കിൽ, 0 ആണെങ്കിൽ നമുക്ക് ഈ ഫോർമുല നേരിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ എക്സും വൈ നേരിട്ട് അതുപോലെ തന്നെ എഴുതിയാൽ മതി. നമുക്ക് വാല്യൂസ് ഒന്നും കൊടുക്കണ്ട, റേഡിയസ് മാത്രം കൊടുത്ത് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കണേ, ഇത് 2 പ്രാവശ്യം ഒന്ന് നോക്കുക, ചെയ്ത് നോക്കുക, എന്നിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇക്വേഷൻ മാറാതെ കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.